ഹായ്, നമ്മളുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നാലാമത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ക്യൂബൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തൊരു കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പോയി കാണുക, അതിനുശേഷം കൃത്യമായിട്ട് ചെയ്യാം. പിന്നെ ഈ ക്ലാസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഇക്വേഷൻസ്, ഈ ക്ലാസ്സിലെ ഇക്വേഷൻസ് നിങ്ങൾക്ക് നിങ്ങളെ മെറ്റീരിയൽസ് അയച്ചിട്ടുണ്ടാവും. അതെല്ലാവരും കാണാപ്പാടം പഠിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. സോ നമുക്ക് നമ്മളുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്ലസ് ആക്കി മാറ്റുന്നതാണ്. അതായത് ഇത് അനങ്ങാതെ, ഈ ഭാഗങ്ങളൊന്നും അനങ്ങാതെ ഇവിടെ എങ്ങനെ പ്ലസ് ആക്കാം, അതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. സോ എഫ് ക്ലോക്ക് വൈസ് യു ആൻഡ് റൈറ്റ് യു എഫ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒന്നും അനങ്ങാതെ എന്ത് ചെയ്തു, ഇവിടെ പ്ലസ് വരുന്ന വരെ സെയിം ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യണം. എഫ് ക്ലോക്ക് വൈസ് ആൻഡ് യു ക്ലോക്ക് വൈസ്, right clockwise and u anti-clockwise, right anti-clockwise and f. ഇവിടെ പ്ലസ് വരുന്ന സെയിം ഇക്വേഷൻസ് എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, എഫ് ക്ലോക്ക് വൈസ്, യു ആൻറ്റി ക്ലോക്ക് വൈസ്, ആർ ക്ലോക്ക് വൈസ്, യു ആൻറ്റി ക്ലോക്ക് വൈസ്, എഫ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, എഫ്. ഇവിടെ പ്ലസ് വരുന്നവരെ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ പ്ലസ് ആയിട്ടുണ്ട്. ക്ലിയർ. ഇവിടെ പ്ലസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും, ആഫ്റ്റർ പ്ലസ് എന്ന് പറഞ്ഞിട്ട്. ആഫ്റ്റർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. ക്ലിയർ. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സോൾവ് ആയ ഭാഗം പിടിക്കണം. ഓക്കെ, ഏറ്റവും കൂടുതൽ സോൾവ് ആയതിന്റെ നേരെ ഓപ്പോസിറ്റ് പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. റൈറ്റ് ക്ലോക്ക് വൈസ് അപ്പ് ആൻഡ് റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് അപ്പ് and right clockwise and up 2 times and right anti-clockwise. ഓക്കെ, ഇവിടെ എന്ത് ചെയ്ത് ഇപ്പൊ പ്ലസ് ഇവിടെ ഉണ്ടാവും. ഈ പ്ലസ് സെയിം മെത്തേഡ് ഒന്നുകൂടി ചെയ്യും. ഇവിടെ ഫിഷ് ആവും, ഇവിടെ ഒരു ഫിഷ് ആവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. സെയിം ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും പ്ലസ് ആവുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഫിഷ് ആവുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, നമ്മൾ സെയിം ഇക്വേഷൻ ചെയ്ത് നമുക്കിവിടെ ഒരു ഫിഷ് ആവുന്നത് വരെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഫിഷ് ആയതിനു ശേഷം നമ്മൾ ഈ ഫിഷിന്റെ ഈ വാൽ ഭാഗം നമ്മൾ ഈ സൈഡിലേക്കും ഫിഷിന്റെ തലഭാഗം നമ്മളുടെ മുഖത്തേക്കും വരുന്ന പോലെ പിടിക്കണം. അതായത് ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് നമ്മൾ പുതിയൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ക്ലിയർ. പുതിയൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്താൽ അടുത്ത ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഇത് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആവും. ക്ലിയർ. ഇവിടെ എല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആവും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും സെയിം ഇക്വേഷൻ, നമ്മൾ ആദ്യം ചെയ്ത സെയിം ഇക്വേഷനെ വീണ്ടും ചെയ്താൽ മതി. നമ്മൾ പിടിച്ച ശേഷം വീണ്ടും പിന്നെ നിങ്ങൾക്ക് ഫിഷ് കിട്ടും. ആ ഫിഷിന് നേരെ ഓപ്പോസിറ്റ് കുറച്ച് വീണ്ടും ഇതേപോലെ പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടുത്തെ കംപ്ലീറ്റ് ആവും. ഇതാണ് നമ്മളുടെ നാലാമത്തെ ക്ലാസ്. അതായത് ഇപ്പൊ നമുക്ക് എന്തായി, വൈറ്റ് കംപ്ലീറ്റ് ആയി, റെഡ് കംപ്ലീറ്റ് ആയി, റെഡ് കംപ്ലീറ്റിനൊപ്പം തന്നെ നമുക്ക് യെല്ലോയും കംപ്ലീറ്റ് ആയി. ക്ലിയർ. അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻസ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കമന്റ് ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ മെന്റേഴ്സൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടും.